അസ്ഥിത്തറയിൽ ചുവന്ന റോസാപ്പൂ കാണുന്നത് മനസ്സിനിൽ സംശയമുണ്ടാക്കുന്നു. യാത്ര പറഞ്ഞിറങ്ങുന്ന മയിലിനെ സമാധാനിപ്പിക്കാനാവാതെ ബാലൻ വിഷമിക്കുന്നു. ശാരദയും അച്യുതനും ഉറങ്ങുന്ന വയലോരം വീട്ടിൽ നിന്നും കണ്ണീരോടെ സുഭദ്ര ഇറങ്ങുന്നു. തുടർന്ന് കാണുക. കുട്ടിമണി, ഇനിയൊരു യാത്ര പറിച്ചിൽ കൂടിയില്ല. കുട്ടിമണി, വഴക്കുണ്ടാക്കണമെന്ന് തോന്നുമ്പം അങ്ങ് വന്നേക്കണേടി നീ. സാരമില്ല മോളെ. കൊച്ചേ, ഒരു നുള്ളു മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വയലോരം വീട്ടിലെ ഓരോ തരി മണ്ണിനും ജീവനുണ്ട്. ഈ ഒരു പിടി മണ്ണിലും ഉണ്ട് എന്റെ അച്യുതനും ശാരദയൊക്കെ. അച്യുതാ, ശാരദ, ഞങ്ങള് പോയേക്കുവാ. കരയില്ല. മേഡം വന്നു. ഹോ, രാഹുവാനം കഴിയുമെന്ന് ഞാൻ പേടിച്ചു പോയി. ഇയാളെന്തിനാ ചുമ്മാ പേടിക്കുന്നേ? മോളെ, ഈ വലിയ വീട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്? നീ അതിന് ഞെട്ടുന്നെന്തിനാ? നീ പിന്നെ എന്നാ കരുതിയത്? നമ്മളെ കൊണ്ട് മയിലമ്മ വല്ല പള്ളിക്കൂടം വരാന്തയിലേക്ക് പോകുന്നു? ഓ പിന്നെ, ഞാൻ അങ്ങനെ കരുതാൻ പോകുമല്ലേ? നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നുമല്ലോ ഞാൻ വെറും മണ്ടിയാണെന്ന്. ഓ, നീ വലിയ ബുദ്ധി മതി. നിന്റെ ബുദ്ധി എന്താണെന്ന് എനിക്ക് അറിയാവുന്നതല്ലേ. എന്നതാ എന്റെ ബുദ്ധിക്ക് കുഴപ്പം? എന്റെ സ്വന്തം ബുദ്ധി കൊണ്ടാ നിങ്ങളില്ലായിരുന്ന 10-30 കൊല്ലം ഞാൻ ജീവിച്ചത്. ഓ പിന്നെ, നീ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്നല്ലോ. നിങ്ങൾ പിന്നെ ആരുടെ ഉപദേശിയായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റിന്റെ. തള്ളച്ചി, പുത്തൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചുമ്മാ ബേളം വയ്ക്കരുത്. ആരാടാ നിന്റെ തള്ളച്ചി? ഞാൻ എന്റെ ഭർത്താവും കൂടെ പലതും സംസാരിക്കും. അതിലിടപെടാൻ നീ ആരാടാ? തങ്കരാജനെ അമ്മ ചുമ്മാ പേച്ചു മട്ടുന്താ. ഏതാ മോളെ ഈ കരിമുണ്ട്? അമ്മ, ഇത് വന്ന് തങ്കരാജാണ്. അയ്യാടാ, തങ്കരാജ്. കാണുമ്പോ തന്നെ അറിയാം തങ്കത്തിന്റെ നിറമാന്ന്. അല്ല കൊച്ചേ, ഇവൻ എന്നാ ഇവിടെ കാര്യം? അമ്മ, തങ്കരാജാണ് ഈ വീട് നമുക്ക് കണ്ടുപിടിച്ച് തന്നത്. എന്ന് വെച്ച് വീട്ടുകാരനാവരുത്. തങ്കം കൊണ്ട് മാറിയിരിക്കും. എടാ തടിയാ. തടിയാന്നൊരു സിനിമയുടെ പേരല്ലേ? ഇനി എന്നെയാണോ തടിയാന്ന് വിളിച്ചത്? നിന്നെ പിന്നെ നീർക്കോലിന്ന് വിളിക്കാൻ പറ്റുമോ? ആ കീഴ്ചുണ്ടിന്റെ താഴെ പപ്പും കൊണ്ട് നിൽക്കുന്നതാരാ? വക്കീലെണ്ണയാണ് ഉദ്ദേശിച്ചത്. പിന്നൊരു കാര്യം, ഈ വീട് ഭരിക്കുന്നത് മയിലുമോളാണെങ്കിലും നിങ്ങളെയൊക്കെ ഭരിക്കുന്നത് ഇനി ഞാനായിരിക്കും. കഷ്ടം. എന്തോന്ന് കുഷ്ടം? അല്ല, ഞാൻ ഓർക്കായിരുന്നു. ഓ പിന്നെ, നിങ്ങൾക്ക് എന്തോന്നാ ഇത്ര ഓർക്കാൻ? ഓ, ഈ പാവങ്ങളുടെ ഒരു അവസ്ഥയെ. എന്റെ പൊന്നു മക്കളെ, ഇവളുടെ ഭരണം സഹിക്കാൻ കഴിയാതെ 10-30 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയവനാ ഞാൻ. 1-2 കൊല്ലമല്ല, 30 കൊല്ലമാ ഒളിവിൽ കഴിഞ്ഞത്. തോന്നിയാസം പറയരുത്. എന്റെ അമ്മ ഒന്ന് നിർത്ത്. എന്നിട്ട് ഇവരെ എന്തിനാ വിളിച്ചെന്ന് പറ. വീടിനകത്ത് നിലവിളക്ക് റെഡിയാണല്ലോ? എല്ലാം റെഡിയാ. എല്ലാം റെഡിയാണോന്ന് ഞാൻ ചോദിച്ചോന്ന്. ചേടാ, ഇവക്ക് വീട് കിട്ടിയപ്പോ എന്താ വട്ടായോ? എന്റെ കൊച്ചിന്റെ വീടായത്. ഇവിടെ എനിക്കാരും ഭയക്കണ്ട. അമ്മ സമ്മതിച്ചു. അമ്മക്കിനി എന്തൊക്കെയാ വേണ്ടെന്ന് സൊല്ല്. പാലും കലവും കൊതുമ്പും ചൂട്ടും ഒക്കെ ഉണ്ടല്ലോ. എന്തിനാ കൊതുമ്പും ചൂട്ടും? ഗ്യാസ് സ്റ്റൗവിലല്ലേ പാല് കാച്ചില്ല. നീയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കൊതുമ്പ് വേണോ, ചൂട്ട് വേണോ, ഗ്യാസ് വേണോന്നൊക്കെ. എന്റെ പൊന്നു സുഭദ്രേ, നീ തീരുമാനിച്ചോ? ചുമ്മാ കിടന്ന് ബേളം വയ്ക്കാതെ.
ദേ തള്ളേ, ചേച്ചിയുടെ ഈ പ്രായത്തിൽ ഇത്രയും ശബ്ദം ആരോഗ്യത്തിന് ഹാനികരം. അമ്മാ, രാഹുകാലത്തിന് മുമ്പ് നമുക്ക് അകത്ത് കയറാം. ബാ. അമ്മ, വിളക്ക് കൊളുത്ത്. മോള് കത്തിച്ചാ മതി. അല്ല, അമ്മ കത്തിച്ചാ മതി. ഇത് എന്റെ അമ്മാവയുടെ വീടാ. ഈ വീട്ടിൽ കേറിയപ്പോ വല്ലാത്തൊരു ധൈര്യം തോന്നുവാ മോള്. എന്റെ അമ്മാവക്ക് എന്തിനാ ധൈര്യത്തിന്റെ കുറവ്? ഇതാമ്മ. പളനിയാണ്ടവൻ തുണை. അമ്മ, അയ്യോ, ഇതിലാണോ പാല് കാച്ചുന്നത്? അമ്മ, തൽക്കാലം കൊതുമ്പും കിതുമ്പും ഒന്നുമില്ല. ഗ്യാസ് അടുപ്പിൽ വെച്ച് പാല് കാച്ച. അല്ലാതെ ഇപ്പൊ തെങ്ങ് കയറാനൊന്നും പറ്റത്തില്ലല്ലോ. വലിയ വർത്താനൊന്നും വേണ്ട. എന്റെ പരുത്തിക്കാവിലമ്മേ, ഈ വീടിന് കാവലും തുണയുമായിരിക്കണേ. എന്നാലും അമ്മമ്മയിലും പറന്നങ്ങ് പോയല്ലോ. കുട്ടിമണിയെയും കുഞ്ഞുമണിയെയും ഒക്കെ തനിച്ചാക്കി പോയല്ലോ. അത് മാത്രാണോ ചെയ്തേ? എന്റെ അപ്പച്ചി അമ്മയും കാവരി അച്ഛനെയും ഒക്കെ കൊണ്ടുപോയില്ലേ. കുട്ടിമണിക്കിപ്പോ അമ്മയില്ല, അച്ഛയില്ല, അപ്പച്ചി അമ്മയില്ല, കാവരി അച്ഛനും ഇല്ല, ആരുമില്ല. കുട്ടു, കുട്ടു, എന്താ കുട്ടു ഇങ്ങനെ? സങ്കടവാ. എന്റെ കുട്ടുവിന് എന്താ സങ്കടം? എനിക്ക് കരച്ചിൽ വരണം മനുഷ്യ. മൈലമ്മയ്ക്ക് പോയതിന്റെയാണോ? സാരമില്ല, നാളെ നമുക്ക് അവരങ്ങോട്ട് പോയി കാണാം. അപ്പച്ചമ്മയും കാവടി അച്ഛനും കുഞ്ഞുമണി വരുമ്പോ അവരാരില്ലല്ലോ മനുഷ്യ. അയ്യോ, എന്ത് മണ്ടത്തിലാ കുട്ടിമണി പറയുന്നേ? കുഞ്ഞുമണി വരുമ്പോ അവരെല്ലാരും ഇങ്ങോട്ട് ഓടി വരില്ലേ കുഞ്ഞുമണിയെ കാണാൻ? വരുവോ? ഉറപ്പായിട്ടും വരും. സത്യമായിട്ടും നേരായിട്ടും വരുവോ? സത്യമായിട്ടും നേരായിട്ടും വരും. ഇല്ല ഇല്ല ഇല്ല, ഇനി വരത്തില്ല. പോയവരാരും ഇനി വരത്തില്ല, എനിക്ക് ഉറപ്പാ. എന്റെ കുട്ടു, ഇങ്ങനെ സങ്കടപ്പെടാതെ. മനസ്സിൽ ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യം കുട്ടു ഓർക്കുന്നില്ലേ? അമ്മമയിലിനൊരു വീടുണ്ടായപ്പോ നമുക്കൊരു വീട് കൂടിയായെന്ന്. നമുക്ക് അവിടെ പോയി നിൽക്കാന്ന്. പിന്നെ നമ്മുടെ കുഞ്ഞുമണി ഉണ്ടാവുമ്പോ കുഞ്ഞുമണിയെ അവിടെ കൊണ്ടുപോവാന്ന്. ഇതൊക്കെ മനുഷ്യൻ എന്റെ സങ്കടം മാറ്റാൻ വേണ്ടി പറയുന്ന. ഈ വീട്ടിലിപ്പോ ആരില്ലാത്ത പോലെ എനിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിച്ചാ വയ്യ മനുഷ്യ, എനിക്ക് വയ്യ. ഇനി എന്റെ അമ്മ അച്ഛൻ വന്ന് വിളിച്ചാ ഞാൻ അവരോട് അങ്ങ് പോവും. ആ പോവും, സത്യമായിട്ടും പോവും. എന്റെ കുഞ്ഞുമണിയും കൊണ്ടു. എന്റെ കുട്ടു, ഇങ്ങനൊന്നും പറയാതെ. മനസ്സിന് സങ്കടം ആവത്തില്ലേ? ആ കൊച്ചേച്ചി കാരനാ അമ്മമ്മയിലൊക്കെ പോയത്. കൊച്ചേച്ചി ഇഷ്ടമല്ല, കൊള്ളത്തില്ല. കൊച്ചേച്ചിനെ കണ്ണു അമ്മ ഞാൻ കുതി പൊട്ടിച്ചു നോക്കിച്ചോ. അയ്യോ എന്റെ കുട്ടു, ഇപ്പൊ ആരോടും വഴക്കിനൊന്നും പോവാതെ നല്ല മിടുക്കിയായിട്ട് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിക്കേ. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോ എന്റെ കുട്ടുവിന്റെ ചങ്കടമൊക്കെ മാറും. ഉറങ്ങു കുട്ടു, മനസ്സിലല്ലേ പറയുന്നത്? ഞാൻ ഉറങ്ങാം, പക്ഷെ മനുഷ്യ ഒരു പാട്ട് പാടണം. പാടണോ? ആ പാടണം. ഏത്? മിന്നാമിന്ന് കുഞ്ഞിന്റെ പാട്ട്. അതോ? ആ, അതീന്നൊരു 2 വരിയൊക്കെ പാടാം. എന്ന് ഉറങ്ങോ? അഴകേറും കരിമിഴി രണ്ടും മണിമഴയുടെ കസവാണേ,
കവിളോരത്തൊരു പുഴ പോലെ അവ ഒഴുകണ പതിവാണേ. മിന്നാ മിന്നിക്കുഞ്ഞല്ലേ മഞ്ഞോലും മനസ്സല്ലേ താലിപ്പൂ ചൂടാൻ മോഹമോ. സിദ്ധാർത്ഥി ഇവിടെ നിന്ന് കരയായിരുന്നു. വല്ലാത്തൊരു സങ്കടം സിജ. മനസ്സാരോ വലിച്ചു പറിച്ച് കൊണ്ടുപോയ പോലെ. അപ്പച്ചപ്പനും അപ്പച്ചമ്മയും മയിലും ഈ പടി ഇറങ്ങി പോകുമ്പോ കരയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് സങ്കടമുണ്ട്. മനസ്സിന്റെ ഒരു ഭാഗം അടർന്നു പോകുന്നു. ഈ വീടിന്റെ ശബ്ദം നിലച്ചതുപോലെ തോന്നുന്നു. ഒച്ചയും വഴക്കുണ്ടാക്കലൊക്കെ ഉണ്ടെങ്കിലും അപ്പച്ചിയമ്മ ഇല്ലാത്ത ഈ വീട് നിശബ്ദമായതുപോലെ. സ്നേഹത്തോടെ വഴക്കു പറയാനും ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാനും അപ്പച്ചിയപ്പനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതും നഷ്ടമായി. പിന്നെ മയിലമ്മ ഈ വീട്ടിലേക്ക് വന്നേറി കുട്ടിയാ. പക്ഷെ ഒരു പെൺകുട്ടി എന്തായിരിക്കണമെന്ന് എല്ലാരെയും മനസ്സിലാക്കി തന്നവൾ. ആ പാവം പോകുമ്പോ ചെയ്യാത്ത തെറ്റിന് പഴിയും കേട്ട ഇവിടെ നിറങ്ങിപ്പോകുന്നത്. അതാണ് വേറൊരു സങ്കടം. ഇവിടെ താമസിക്കാൻ അവകാശമുണ്ടെന്ന് കാണിക്കാൻ ആ അവകാശപത്രം ഉണ്ടായിരുന്നെങ്കിൽ അത് കാണിച്ച് പിടിച്ചു നിന്നേനെ ആ പാവങ്ങൾ. അത് മതികളെടുത്ത് കത്തിച്ചു എന്ന് പറയുന്നു. അങ്ങനെ നശിപ്പിച്ചാലും അതിന്റെയൊക്കെ പകർപ്പെടുക്കാൻ പറ്റത്തില്ല സിജ. പണ്ടുകാലത്ത് ഇഷ്ടദാനം കൊടുത്തതല്ലേ, എവിടുന്ന് പകർപ്പെടുക്കാനാ? പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാ, അതവൾ കത്തിച്ചു കളയാൻ വഴിയില്ല. അതവളുടെ കൈ കാണും. കാരണം ഈ വീടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നശിപ്പിച്ചാൽ പ്രശ്നമാവുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവളത് കയ്യിൽ തന്നെ സൂക്ഷിക്കും. മതികളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നതും നശിപ്പിക്കുന്നതും ഒരുപോലെയല്ലേ? അവളുടെ കയ്യിലിരുന്ന ഒരിക്കലും നമുക്കത് ഉപയോഗപ്പെടില്ല. ഞാനൊന്ന് നോക്കട്ടെ സീതർത്തി, അവളെ കൊണ്ട് തന്നെ അത് തിരിച്ചെടുപ്പിച്ച് തരാൻ പറ്റുമെന്ന്. വേണ്ട സിജ, ഇനി അതിന്റെ പേരിൽ പുതിയ വഴക്കിനൊന്നും പോകണ്ട. വഴക്കൊന്നുമല്ല സീതർത്തി, പ്രായം ചെന്ന രണ്ടുപേരെ റോഡിലിറക്കി വിട്ടതിന്റെ പിന്നിൽ അവളുടെ വൃത്തികെട്ട കളിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം മണ്ടന്മാരല്ല എന്തെങ്കിലും തെളിയിക്കണ്ടേ? വേണ്ട സിജ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അതിന്റെ പക മുഴുവൻ തീർക്കുന്നത് രവിയോടായിരിക്കും. ഒരു മനുഷ്യൻ താങ്ങുന്നതിന് ഒരു പരിധിയില്ലേ? എങ്കിലും ഞാനത് ചോദിക്കും സീതർത്തി. അത്രയ്ക്ക് വേദനയോടെയാ അപ്പച്ചിയമ്മ ഇവിടെ ഇറങ്ങിപ്പോയത്. അസ്ഥിത്തറയിലും ചെന്ന് നിന്ന് കരയുന്നത് കണ്ടു. അച്ഛൻ പോയി, അമ്മ പോയി, ഇപ്പോ അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയും പോയി. ഓരോരുത്തരായി അടർന്നും കൊഴിഞ്ഞും വയലോരം വീട് ഇരുന്നില്ലാതാകുക. ഒരു തലമുറയുടെ ശബ്ദം ഇനി ഇവിടെ ഇല്ല. എന്തായാലും ഞാൻ അവളോടൊന്ന് ചോദിക്കും സീതർത്തി. മറ്റുള്ളവരുടെ കണ്ണീര് കണ്ട് അവൾ ആനന്ദിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ കരളിന്റെ സ്ഥാനത്ത് കല്ലായിരിക്കണം. അമ്മേ പോയി, പടയെല്ലാം പോയി കേട്ടോ. ഹോ, കണ്ണുനീരിൽ കുതിർന്ന യാത്രയപ്പല്ലായിരുന്നോ ഇവിടെ? കാണേണ്ട കാഴ്ച തന്നെ ആയിരുന്നു. കുട്ടിമണിയെ കെട്ടിപ്പിടിക്കുന്നു, സീതാദേവിയെ തലോടുന്നു എന്ന് വേണ്ട, തള്ളെ അവസാനം ഒരു പിടി മണ്ണും വാരിക്കൊണ്ടാ പോയത്. കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ഒരുപാടങ്ങ് ചിരിക്കല്ലേ മതി, പല്ല് ഇളകി താഴെ പോവും. അമ്മേ, ഞാനിപ്പോ വിളിക്കാം.
എന്താടാ നീ പറഞ്ഞത്? ഞാൻ ചിരിച്ച എന്റെ പല്ലളായി പോകുന്നു. ഓ, നിന്റെ സഖ്യകക്ഷികൾ ഇവിടുന്ന് പോയതിന്റെ സങ്കടവും അമർഷവും ഒക്കെ ആയിരിക്കുമല്ലേ? പോയതല്ലോ, പറഞ്ഞു വിട്ടതല്ലേ മതി. പറഞ്ഞു വിട്ടതല്ല, പറപ്പിച്ചു വിടും. അതാണ് മതി. അറിയാലോ നിനക്ക്. മതികലക്കേ, ഒരുപാട് കാലം അങ്ങ് പറന്നു നടക്കാൻ പറ്റത്തില്ല. പറന്നു നടക്കുന്നവരെ എറിഞ്ഞു വീഴ്ത്തുന്നവനാ ഈ മനസ്സിജൻ. അത് മതിക്കറിയാലോ. നീ പോടാ അവിടുന്ന്. മയിലമ്മ പോയതിന്റെ സങ്കടം വെറുതെ എന്നെ വെല്ലുവിളിച്ച് തീർക്കാൻ നോക്കണ്ട. അവരെ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരും മതി. അക്കാര്യത്തിൽ മതിക്ക് യാതൊരു സംശയവും വേണ്ട. എന്ത് അവകാശത്തിന്റെ പേരിൽ അവരിവിടെ വന്ന് താമസിക്കും? ഉണ്ടായിരുന്ന അവകാശപത്രം നഷ്ടപ്പെട്ടു പോയില്ലേ? നഷ്ടപ്പെട്ടു പോയത് ഞാൻ ഉണ്ടാക്കിയെടുത്തോളാം. അതോർത്ത് മതി ബുദ്ധിമുട്ടണ്ട. നീ എന്ത് കുന്തം ഉണ്ടാക്കാനാടാ? ഞാൻ കത്തിച്ച് ചാമ്പലാക്കിയത് നീ എവിടുന്നുണ്ടാക്കൂന്ന്? ചാരത്തിൽ നിന്ന് ഉണർന്നെണീറ്റ് ഫിനിക്സ് പക്ഷിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചാരത്തിൽ നിന്ന് ഉണർന്നെണീറ്റ് മുദ്രപത്രമെന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല. മതി, എല്ലാ കളങ്ങളും വെട്ടിക്കേറി വിജയിച്ചു നിൽക്കുന്ന ഒരാളാണ് മതി എന്നൊരു തോന്നൽ മതിക്കുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. മനസ്സിൽ ഞാൻ തോറ്റിട്ടൊന്നുമില്ല, തോൽക്കത്തുമില്ല. ശിവയെ നീയാ സുരക്ഷിതനായിട്ട് ജയിലിലാക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെയാവുമ്പോ മനസ്സിന്റെ കൊലക്കത്തിയെ പേടിക്കണ്ടല്ലോ, അല്ലേടി? അതേടാ, അങ്ങനെ തന്നെയാ. കരുതിക്കൂട്ടി തന്നെയാടാ ശിവയെ ഞാൻ സേഫ് ആക്കിയത്. ഞാനേ ഇന്നവനെ കാണുന്നുണ്ട്. അവൻ എവിടെ കിടന്നാലും അവന്റെ തലയ്ക്ക് മുകളിൽ മനസ്സിന്റെ ഒരു ശിക്ഷാവിധി ഉണ്ടെന്ന് അവൻ അറിയണം. നിന്നെ കൊണ്ടേ ഒന്നും സാധിക്കത്തില്ല. നോക്കാം. എന്തായാലും മൈലമ്മയും അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനെയും ഇവിടുന്ന് പുറത്താക്കി എന്നോർത്ത് നീ സന്തോഷിക്കണം. പോയതിനേക്കാൾ വേഗത്തിൽ അവരെ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. നീ കത്തിച്ച് ചാമ്പലാക്കിയ പ്രമാണത്തിന്റെ ചിതാഭസ്മം കടലിൽ ഒഴുക്കിന്നല്ലേ നീ പറഞ്ഞത്? അത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി, കേട്ടോ? കൂട്ടുകാരാ, കൂട്ടിക്കിടക്കുന്ന സിംഹത്തെ കാണാൻ പഴയ കൂട്ടുകാരൻ എത്തിയിരിക്കുന്നു അല്ലേ? കൂട്ടിക്കിടക്കുന്ന സിംഹോ? നീയോ? കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള അഭയസ്ഥാനം സർക്കാർ വക അതിഥി മന്ദിരം അല്ലടാ? അതെ. നീ പിന്നെ എന്ത് കരുതി മനസ്സിലാ? ശിവയ്ക്ക് ബുദ്ധിയില്ലെന്ന് കരുതി? എനിക്ക് വയ്യ കൂട്ടുകാരാ, എനിക്ക് മടുത്തടാ. നിന്നോട് തെറ്റിയതെന്നുള്ള തോന്നല. നിന്നെനിക്ക് പേടിയാടാ. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദാസ് അവസാനം തൂങ്ങി മരിച്ചതുപോലെ. ഒന്നെങ്കിൽ ജയിലിനകത്ത്, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോ ഞാൻ ചാവും. ഇത് ഡ്യൂപ്ലിക്കേറ്റാടാ, ഒറിജിനലല്ല. ഞാനിവിടെ സുഖവാസത്തിലാ. എനിക്കിഷ്ടമുള്ള ഭക്ഷണം പോലും മതികല മാഡം പുറത്തുനിന്ന് എത്തിച്ചേരുന്നുണ്ട്. ഗോവിന്ദചാമിയെ പോലെ ജയിലിൽ കിടന്ന് എനിക്കും തൂക്കം കുറച്ച് കൂട്ടണോടാ. ഇങ്ങോട്ട് കയറിയതിനേക്കാൾ സുന്ദരനായി പുറത്തോട്ടിറങ്ങണം. അല്ലെങ്കിലും നമ്മുടെ ജയിലുകളൊക്കെ ക്രിമിനലുകൾക്കുള്ള ജിമ്മും ബ്യൂട്ടി പാർലറും ഒക്കെ അല്ലേ? ശരീരവും മുഖവും ഒരുപോലെ മിനുക്കി പുതിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള ഊർജം, ആവേശം, അത് നിറച്ചേ ശിവ ഇവിടെ നിറങ്ങത്തുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന് നന്നാവത്തൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്തയും നിനക്ക് വേണ്ട. നീ നന്നാവരുത്. നീ നന്നായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ, എൻ്റെ മനസ്സിൻ്റെ നന്മയുടെ പാടങ്ങളിൽ എവിടെയെങ്കിലും നിന്നോടൊരു ചെറിയ ദയയുടെ കണികയെങ്കിലും പച്ചമുള പൊട്ടും. അത് വേണ്ട കൂട്ടുകാരാ.
ആ പച്ചപ്പ് അത് നിനക്ക് അർഹതപ്പെട്ടതല്ല. ഇപ്പൊ ശിവ എന്ന് ചിന്തിക്കുമ്പോ ചൂട് കാറ്റ് പറക്കുന്ന മരുഭൂമി പോലെയാ മനസ്സിന്റെ മനസ്സ്. നിന്നെ ഒരു കുഴി കുത്തി മൂടാതെ എനിക്ക് തൃപ്തിയാവില്ലട ശിവ. ഒന്നും നടക്കത്തില്ലടാ, ഒന്നും. എന്റെ മരണം നിന്റെ സ്വപ്നം മാത്രം. ഭൂമിയിൽ ശിവയ്ക്ക് നിന്റെ കൈകൊണ്ട് മരണമില്ല. എന്റെ കൈകൊണ്ട് നീ ചാവും. അന്നത്തെ കുത്തിന്റെ ആഴത്തിൽ കുറഞ്ഞുപോയി. നിനക്ക് ഇത്ര ആയുസുണ്ടെന്ന് എനിക്കറിയത്തില്ല. കൊല്ലുന്നതിന് മുമ്പ് നിന്റെ കൈ പിടിച്ച ആയുർരേഖയുടെ നീളമൊന്ന് നോക്കണമായിരുന്നു. അല്ലെങ്കിൽ 3 കുത്തുന്നുള്ളത് 6 കുത്തായനെ. ഇനി നിന്റെ പിച്ചാത്തിക്ക് മുമ്പിൽ മനസ്സിനെ കിട്ടത്തില്ല. നിന്റെ ആയുധമുനയുടെ ലക്ഷ്യം മനസ്സിനെ തേടി വരത്തൂല്ല. അഥവാ വന്നാൽ തന്നെ അത് ലക്ഷ്യത്തിലെത്തുകയില്ല. ഇനി നിന്റെ ചിന്തകൾക്ക് മീതെ ഞാൻ പറക്കും. നിന്റെ ആയുധങ്ങളുടെ വായ്ത്തല മടക്കിക്കൊണ്ട് മനസ്സിജൻ തിരിച്ചടിക്കും. ഇത് നേരിക്കണ്ടെന്ന് പറയണമെന്ന് തോന്നി. പിന്നെ 1 or 2 ആഴ്ച, അപ്പോഴേക്കും കുട്ടിമണി പ്രസവിക്കും. എനിക്കൊരു കുഞ്ഞുണ്ടാവും. മതികല പറഞ്ഞിട്ട് കുട്ടിമണിയെ കൊല്ലാൻ വന്നത് മുതൽ പാവ അമ്മയെ കൊന്നതും എന്നെ കുത്തിയതും എന്റെ അല്ലിയെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കിയതും ഒന്നും മറന്നിട്ടില്ല ശിവ. അതൊക്കെ ഒരു പട്ടികയാക്കി പതിപ്പിച്ചിട്ടുണ്ട് ഈ നെഞ്ചിനുള്ളിൽ. എന്നും എന്റെ മനസ്സിന്റെ ചാണക്കല്ലിൽ നിനക്ക് വേണ്ടിയുള്ള കത്തി ഞാൻ രാഗി മൂർച്ച കൂട്ടുന്നുണ്ടടാ. നീ ഇവിടുന്ന് ഇറങ്ങിയ നാവ് നുണഞ്ഞിരിക്കുകയാടാ ആയുധങ്ങൾ. നിന്റെ ചോര നക്കിയെടുക്കാൻ ഓർത്തോ. വാരിയെല്ലിൻ്റെ ഇടയിൽ കത്തി തുളഞ്ഞു തിരിയുമ്പോഴും നിന്റെ മുഖത്തിതേ ചിരി കാണണം. എന്നാലും എൻ്റെ ബായ് എന്നോട് കൂടി ഒന്ന് പറയായിരുന്നു. ഞാനും കൂടി വരത്തില്ലായിരുന്നു ആ കള്ളപ്പന്നീനെ കാണാൻ. പെട്ടെന്നൊരു തോന്നലങ്ങ് തോന്നിയതാ പിച്ചളെ. അകത്ത് കിടന്നുകൊണ്ട് അവൻ ചിരിക്കുന്നുണ്ടെന്ന് മനസ്സ് പറഞ്ഞു. അപ്പൊ തോന്നി അവനെ ഒന്ന് നേരി കണ്ടിട്ട് ഒന്നും മറന്നിട്ടില്ലടാ എന്നൊന്ന് പറയണോന്ന്. അതുകൊണ്ടാ ബായി പോയത്. നന്നായെന്ന്. അല്ല, ഞാനും കൂടി വന്നിരുന്നെങ്കിൽ അവനൊരു പേടിയാവുമായിരുന്നു. ഇപ്പൊ അവൻ കരുതി കാണും ബായെ വിട്ട് ഞാൻ പോയി കാണും. അതൊന്നുമില്ല, പിച്ചള എന്നെ വിട്ടു പോവില്ലെന്ന് അവന് നന്നായിട്ടറിയാം. എന്നാലും അവന്റെ ആ മരമോന്ത കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. ഒന്ന് കണ്ടിരുന്നെങ്ക കൂട്ടിക്കിടക്കണ അവനെ നോക്കി ഒന്ന് പറയായിരുന്നു, മക്കളെ, എടാ മോനെ, നീ ഇറങ്ങണമെന്ന് നോക്കി നല്ല രാഗി മിനിക്ക ടൂളുമായി ഞങ്ങള് പുറത്ത് നിപ്പുണ്ട്. അപ്പൊ അകത്ത് കിടന്നവൻ നീറിയനെ. അത് തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഭായി. അവന് വേണ്ടി ഒരു ആയുധം മാറ്റിവെച്ചിട്ട്, അവന് വേണ്ടി ഒരു മുഹൂർത്തം കുറിച്ച് ഒരു ദിവസം മാറ്റിവെച്ചിട്ട് മനസ്സിനിവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഊണിലും ഉറക്കത്തിലും എൻ്റെ മനസ്സിലുള്ള സ്വപ്നം അവൻ്റെ നെഞ്ചിൻ കൂടിനകത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന പിച്ചാത്തി തിരികുന്നതാണെന്ന്. എന്നിട്ട് എന്തു പറഞ്ഞു മഹാനായ ശിവ? അവനൊരു കൂസലില്ല ഭായി. അവൻ എന്നെ നോക്കിയിട്ട് ചിരിക്കുക. കൂട്ടുകാരാ, നിനക്ക് സുഖമല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട്. കൂടെ നിന്നിട്ട് എൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് മാത്രമല്ല, എൻ്റെ പെങ്ങളുടെ ജീവൻ എടുത്തവൻ. മറക്കാൻ പറ്റുമോ ഭായി അതൊക്കെ? ഈ ജന്മത്തിൽ അവനെ മറക്കാൻ പറ്റുമോ? അതും പോരാഞ്ഞ് എൻ്റെ കുട്ടിമണിയെ കൊല്ലാൻ വയലോരം വീട്ടിലെത്തിയവൻ. എനിക്ക് ഒരുപാട് തവണ അന്നം വിളമ്പി തന്നിട്ടുള്ള, എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് പോയവൻ. അല്ലിയുടെ കേസിലോ ഞങ്ങളുടെ അമ്മയുടെ കേസിലോ ശിവയെ കോടതി ശിക്ഷിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അല്ലിയുടെ കേസിൽ ഒരു അന്വേഷണം നിലവിലില്ല. ശാരദാമ്മയുടെ കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിലുമാണ്. അത് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. എന്നെ കുത്തിയ കേസിൽ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് അവനിപ്പോൾ സുഖമായിട്ട് അകത്ത് കിടക്കുന്നു. പുറത്തവനെ കിട്ടിയിട്ട് വേണം 3 കേസുകളും കൂടി ക്ലബ് ചെയ്ത് എനിക്കൊരു വിചാരണ നടത്താൻ. ആ വിചാരണയുടെ അവസാനം വേണം എനിക്കവനോട് ചോദിക്കാൻ, നിനക്ക് തൂക്കുകയർ വേണോ പിച്ചാത്തി വേണോ എന്ന്. അതിലേതാണ് വേണ്ടതെന്ന് അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവനാ.
ഇത്രയും അവകാശമെങ്കിലും നമ്മൾ അവന് കൊടുക്കണ്ടേ ബായി? ബായി, അവനെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോയി കിടക്കാൻ നിൽക്കണ്ട. ബായ് വാ, നമുക്ക് മെല്ലെ നടക്കാം. സംസാരം നടക്കും, കച്ചവടം നടക്കും. വാ. അവൻ പോലും അറിയാതെ വേണം അവന്റെ കഴുത്തുനിന്ന് തല പോവാൻ. അതിനൊരു തെളിവും കാണരുത്, സാക്ഷിയും കാണരുത്. കളിക്കാൻ നമുക്കും അറിയാന്ന് കാണിച്ചു കൊടുക്കണം. ആ പിന്നെ മൈലമ്മയുടെ വിവരം എങ്ങനെ? പോയി. അവർ പുതിയ വീട്ടിൽ താമസം തുടങ്ങി. എന്നാലും ഒരു വിഷമം മനസ്സിനകത്ത്. മൈലമ്മ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അത് വയലോരം വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചതുപോലെയായിരുന്നു. ഒരു നിറസാന്നിധ്യം. എല്ലായിടത്തും ഓടി നടന്നും കിലുകിലെ ചിരിച്ചും തമാശ പറഞ്ഞും സ്വന്തം സങ്കടങ്ങൾക്ക് മേലെ ഒരു ചിരി ഒട്ടിച്ചും വയലോരം വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു മൈലമ്മ. എല്ലാവരുടെ വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ടു. സ്വന്തം സങ്കടവും പ്രശ്നവും ആരോടും പറഞ്ഞില്ല. മൈലമ്മ മതികളുടെ കണ്ണിന് കീഴിൽ നിന്ന് പോയത് നല്ലത് തന്നെയാണ്. എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നടന്നു പോയതുപോലെ ഒരു തോന്നല്. ഒരു പാവം കൊച്ചായിരുന്നു. അതിനാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർക്ക് എന്ത് സാധിക്കാനാ? എന്നാലും അവളുടെ ഐഡിയ സമ്മതിക്കണം. സ്വന്തം ഭർത്താവായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് പെൺബുദ്ധി. ആ, നമുക്ക് മൈലമ്മയുടെ വീട്ടിൽ പോവാൻ ബായി ഇടയ്ക്ക്. ഒന്നില്ലെങ്കിലും വിശന്ന് വലഞ്ഞിരിക്കുമ്പോ കേറി ചെന്ന് കൈ കഴുകിയിരിക്കാൻ ഒരു വീടുണ്ടല്ലോ. ഇത്തിരി ചോറ് വേണമെന്ന് പറയാൻ. കുട്ടിമണിക്ക് ഭയങ്കര സങ്കടമായി പോയി പിച്ചളെ. ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരിക്കുക ഞാൻ. ആ ബായ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. എന്താ ബായി? അത് ഭയങ്കര രസമുള്ള കാര്യം. എന്നതാ ബായി? എന്നോട് ആർക്കോ പ്രേമം തുടങ്ങിയിരിക്കണു ബായ്. പ്രേമോ? പിച്ചളയോടോ? ആർക്കാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പ്രേമത്തിന്റെ സിമ്പൽ എനിക്ക് കിട്ടി. അതെന്ത് സിമ്പല്? കോള് വന്നോ? അതോ പിച്ചള ആരെങ്കിലും വന്ന് കണ്ടോ? അതൊന്നുമല്ല ബായ്. പരമ്പരാഗതമായി പ്രേമത്തിന്റെ സിമ്പൽ എന്താ? പരമ്പരാഗതമായി പ്രേമത്തിന്റെ സിമ്പൽ എന്നാ ഇങ്ങനെ ഇരിക്കുന്ന ചിഹ്നം, നമ്മുടെ ചീട്ടിലുള്ള കുന്തം. ചിഹ്നമൊന്നുമല്ല ബായ്. പ്രേമത്തില് കാമുകനും കാമുകിയും ആദ്യം കൈമാറുന്നത് എന്താ? ചുംബനമല്ലേ? പിച്ചളെ ആരെങ്കിലും ഉമ്മ വെച്ചാ? എന്റെ ബായ്, അതൊക്കെ അടുത്ത സ്റ്റെപ്പുകള്. അല്ലാതൊരു സംഭവം ഉണ്ടല്ലോ. അല്ലാതൊരു സംഭവം? ഒരു ക്ലൂ തരാം. നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇല്ലേ? ജവഹർലാൽ നെഹ്റു. നമ്മുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പുള്ളിയുടെ നെഞ്ചത്തുണ്ട്. പുള്ളിയുടെ നെഞ്ചത്തുള്ളത് ഹൃദയല്ലേ? അതല്ല ബായ്, റോസാപ്പൂ. ചുവന്ന റോസാപ്പൂ. നമ്മുടെ വണ്ടിയുടെ പുറത്ത് ഒരു ചുവന്ന റോസാപ്പൂ. റോസാപ്പൂ എന്ന് പറഞ്ഞാ നല്ല കിടിലൻ റോസാപ്പൂ. അപ്പൊ എടുത്തെടുത്തതാന്ന് തോന്നുന്നു. വലിയൊരെണ്ണം വണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് വെച്ചതാ. അല്ല, എന്നാരാ ബായ് ഇഷ്ടപ്പെടാത്തത്? നല്ല സൗന്ദര്യല്ലേ, നല്ല ശബ്ദല്ലേ, ഫിറ്റ് ബോഡിയല്ലേ, നല്ല ഉയരല്ലേ. പിന്നെ ജോലി പച്ചക്കറി കച്ചവടമാണല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇവനി ഉരുട്ടി പച്ചക്കറിയേന്ന് വിളിച്ച് നടക്കുമ്പം നമ്മൾ കാണുന്നില്ലല്ലോ ബായ്, ചുറ്റും എത്ര കണ്ണുകളാ നമ്മളെ കാണുന്നതെന്ന്. അങ്ങനെ നോക്കിയ കണ്ണുകളിൽ നിന്ന് ഏതോ രണ്ട് കണ്ണുകൾക്ക് എന്നോട് അനുരാഗം. അല്ല, നമ്മളെ പ്രേമിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒരു സുഖാണ്. ഞാൻ ആ പൂവെടുത്ത് സൂക്ഷിച്ചു വെച്ചു. ആദ്യമായി കിട്ടിയ ഒരു പ്രണയോപഹാരമല്ലേ ബായ്? പിച്ചളെ, ഈ റോസാപ്പൂവിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടല്ലോ ബായ്. അതെന്ത് കഥ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അല്ല, ഇപ്പൊ പൂക്കളും ചെടികളൊക്കെ കഥ എഴുതി തുടങ്ങി. അതല്ല ബായ്, വയലോരം വീട്ടിലെ അസ്ഥിത്തറയില്ലേ? അവിടെയും കിട്ടി ഒരു റോസാപ്പൂ. അവിടുന്നും കിട്ടിയോ റോസാപ്പൂ? അവിടെയും കിട്ടിയൊരു റോസാപ്പൂ. ഇവിടെ ഇപ്പോൾ പിച്ചളയ്ക്കും കിട്ടിയൊരു റോസാപ്പൂ. അപ്പോൾ അതാരോ കരുതിക്കൂട്ടി വെച്ചതാണല്ലോ ബായ്. പിച്ചളെ, പൂക്കൾ സ്നേഹത്തിൻ്റെ മാത്രം അടയാളമല്ല, വിരഹത്തിൻ്റെയും വേർപാടിൻ്റെയും കൂടി അടയാളമാണ്.
ആരോ കരുതി കൂട്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സൂചന തന്നേക്കുക. ഹേയ്, അതൊന്നും ആവത്തില്ല ബൈ. അപ്പോ പിച്ചളയോട് പ്രേമം തോന്നിയവർക്ക് വയലോരം വീട്ടിലെ അസ്ഥിത്തറയോടും പ്രേമം തോന്നിയോ? ചേടാ, ഇത് സീൻ ഭയങ്കര കൺഫ്യൂഷൻ ആക്കിയല്ലോ. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പാട്ട് സീന് ഡെവലപ്പ് ചെയ്ത് വന്നതാ. ഞാനും റോസാപ്പൂ കാമുകിയും ചേർന്ന്. റോസാപ്പൂ കാമുകിക്കൊരു കൃത്യമായ മുഖം ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ ബായി പറഞ്ഞപ്പം എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് എനിക്കൊരു തോന്നല്. എന്തൊരു വരവാ ബായി, അതിന്റെ വരവത്ര പന്തിയല്ലോ. ബായി പണിയാണെന്ന് തോന്നുന്നു, മാറിക്കോ. ഏത് നായാടാ ലക്കും ലഗാനും ഇല്ലാതെ വണ്ടി കൊണ്ട് ഇറങ്ങിയിരിക്കണം. ഉറങ്ങിപ്പോയതാവും ബായി, അതാ വണ്ടി പാളിയത്. വിട്ടുകളാ, നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റത്തില്ല. എന്റെ സ്വഭാവം ബായിക്ക് അറിയത്തില്ല. എന്നെ ചുമ്മാ ഞോണ്ടിയാലുണ്ടല്ലോ അറക്കും ഞാൻ അവനെ. മാപ്പ് പറഞ്ഞിട്ട് പോവാൻ വരിക. അങ്ങനെ മാപ്പും കോപ്പൊന്നും പറഞ്ഞാലേ പിച്ചള അടങ്ങിയിരിക്കത്തില്ല. ബായ് നോക്കിയോ ഇന്നത്തെ സീൻ കോൺട്രേ. വേണ്ട ബായി. നിങ്ങളൊക്കെ എവിടെ നോക്കിയാ ബായ് വണ്ടി ഓടിക്കുന്നത്? ഇപ്പൊ ഞങ്ങള് ചത്തുപോയനല്ലോ. എന്തിടപാടത്? 1 കിലോ പച്ചക്കറി വേണമല്ലോ, എല്ലാം കൂടെ ചേർത്തെടുത്തോ. പച്ചക്കറി വണ്ടി നെഞ്ചത്ത് കൊണ്ട് കേറ്റിട്ടാണ് ആ പച്ചക്കറി. ബോസ് വരും, നേരിട്ട് മേടിച്ചോ. ആര്? ബോസോ? ആരുടെ ബോസ്? അവന്റെ ബോസ് വന്നാ അവനിട്ടും കൊടുക്കും ഞാൻ. போய் உள்ளே உட்காருடா, நான் பேசுறேன். താനാണോ ബോസ്? താൻ ആളെ കൊല്ലാൻ നോക്കിയിട്ട് പച്ചക്കറി മേടിക്കാൻ അസിസ്റ്റന്റിനെ പറഞ്ഞു വിട്ടിരിക്കണം. എവിടുന്ന് കെട്ടിയെടുത്തടോ തന്നെ? നരകത്തിന്ന് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ കാലം പറഞ്ഞു വിട്ടതാ. ആരാ നിങ്ങള്? മനസ്സിജൻ. തമിഴ്നാട്ടിലെ ചേരിയിൽ വളർന്നു. പഠിക്കാൻ മിടുക്കൻ. കോളേജിൽ പഠിച്ചു. എന്നിട്ടും ദൈവം ജോലി ചെയ്യാൻ ഏൽപ്പിച്ചത് തെരുവിൽ. അറിയാവുന്ന എല്ലാ ജോലികളും ചെയ്തു. ജീവിച്ചത് മുഴുവൻ സ്വന്തം പെങ്ങൾ അല്ലിക്ക് വേണ്ടി. പക്ഷേ പാവം അല്ലി കോളേജിലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് നട്ടല്ലൊടിഞ്ഞ് വീട്ടിലെ കിടക്കയിലായി. എന്നിട്ട് കൂട്ടുകാരൻ മുഖത്തമർത്തിപ്പിടിച്ച തലേണയ്ക്കടിയിൽ ഞെരിഞ്ഞമർന്നു. ശരിയല്ലേ? പെങ്ങടെ ഓപ്പറേഷന് കാശുണ്ടാക്കാനായിരുന്നു പ്രണയത്തെ ആയുധമാക്കി വയലോരം വീട്ടിൽ നുഴഞ്ഞു കയറ്റം. അത് കഴിഞ്ഞപ്പോൾ ആരെയാണോ ഇരയായി മുന്നിൽ കണ്ടത് ആ പൊട്ടിപ്പെണ്ണിനോട് പ്രേമം. ഇപ്പോ അവളുടെ കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകും. എല്ലാം കറക്റ്റല്ലേ? ഒന്നും മിസ്സിംഗ് അല്ലല്ലോ. ആഹാ, ഇത്രയും നന്നായിട്ട് മുഖലക്ഷണം പറയുന്ന ആളോ? പക്ഷെ കണ്ടാ തോന്നത്തില്ല കേട്ടോ. പിച്ചള, തെരുവിന്റെ മറ്റൊരു സന്തതി. ലോകത്താകെ ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നത് ഒരു പ്രണയം. അവള് പോയി. ഇപ്പോ മനസ്സിജൻ എന്ന സുഹൃത്തിന് വേണ്ടി ജീവിതവും ജീവനും മാറ്റിവെക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോ ആരോ പ്രേമിക്കുന്നു എന്ന് കരുതി സന്തോഷിക്കുന്നു. ഒരു ചുവന്ന റോസാപ്പൂ കിട്ടിയില്ലേ? കറക്റ്റല്ലേ? ആരാ നിങ്ങള്? ഓ, അത് മറന്നു. ഞാൻ ചന്ദ്രു. ഞാൻ ചന്ദ്രു.
ആരുടെ പേര് കേട്ടാലാണോ നിന്റെയൊക്കെ ഉറക്കം പോകുന്നത്, ആരുടെ കൈകൊണ്ടാണോ നിന്റെയൊക്കെ ജീവിതം തീരാൻ പോകുന്നത്, അതാണ് ഞാൻ. ചന്ദ്രു എന്ന വിളിപ്പേര്, ചന്ദ്രസേനൻ എന്ന ഒഫീഷ്യൽ നെയിം. ചിലരെന്നെ ഈശ്വരൻ എന്ന് വിളിക്കും, മറ്റു ചിലർ ചെകുത്താനെന്ന്. മനസ്സിലായില്ലേ നിനക്കെന്നെ? DYSP ജയസേനന്റെ മൂത്ത മകനാ ഞാൻ. ബാംഗ്ലൂരിലുള്ള ദ എക്സെൻട്രിക് ആൻഡ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ചന്ദ്രു. ഞാൻ പറഞ്ഞില്ലേ, ചില സർക്കിളിൽ ഞാൻ ഈശ്വരനാണ്, അവർക്ക് ഞാൻ എന്തു വരവും കൊടുക്കും. ചില സർക്കിളിൽ ഞാൻ ചെകുത്താനാണ്, അവിടെ ചിത്രഗുപ്തന്റെ ജോലിയാ ഞാൻ ചെയ്യുന്നത്. കണക്കെഴുതലും വിധിക്കലും. ഇവിടെ ഇപ്പോ മതികലയ്ക്ക് ഞാൻ ഈശ്വരൻ, നിനക്കൊക്കെ ഞാൻ കാലൻ. പേടിപ്പിക്കുന്നോടാ പിച്ചളെ. ചാവാൻ തിരക്ക് കൂട്ടല്ലേ, ചാവാൻ വാശി പിടിക്കരുത്. ഞാനൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ ഓരോരുത്തരെയായി എലിമിനേറ്റ് ചെയ്തോളാം. തൽക്കാലം മത്സരം നടക്കട്ടെ. ഇപ്പൊ തിരക്ക് കൂട്ടാതെ പച്ചക്കറിയൊക്കെ വിറ്റ് മുന്നോട്ട് ജീവിക്കും. നീ വല്ലാതങ്ങ് പേടിപ്പിക്കില്ലേ? ഞാനങ്ങനെ പേടിപ്പിക്കാറില്ല മനസ്സില്ല. നീ തിരക്കി നോക്ക് ചന്ദ്രുവിനെ പറ്റി. കാണാനുള്ളവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം. അതിനാ ഞാനിപ്പം നേരിട്ട് വന്നത്. തുടക്കം നിങ്ങളിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോ അംഗം കുറിച്ചു കഴിഞ്ഞു. ചന്ദ്രുവിനിഷ്ടം എപ്പോഴും ചിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ ചിരിക്കണമെങ്കിൽ ആരെങ്കിലും കരയണം. ഇപ്പോൾ കരയാൻ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ ചിരിച്ചിരിച്ച് മരിക്കും. അപ്പം പിന്നെ പോട്ടെ, സമയം വളരെ കുറവാണ്, എനിക്കും നിങ്ങൾക്കും. ചന്ദ്രു, ഡെവിൾ വിത്ത് റെഡ് റോസ്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. വലിയച്ചേ, അതെ എന്നെ കൂടെ ഒന്ന് ചെയ്യിച്ചേ. എനിക്കിങ്ങനെ വെറുതെ കണ്ടോണ്ടിരിച്ചാനൊന്നും വയ്യ. എന്റെ പൊന്നു കുട്ടിമണി, കുട്ടിമണിയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അല്ലാതെ കൈ മുറിച്ചിട്ട് ഇവിടെ കിടന്ന് ചോര വരുന്നേന്ന് പറഞ്ഞു കിടന്ന് കരയാനല്ലേ? അതെ, എനിക്ക് ചോരയൊന്നും പേടിയൊന്നുമില്ല. പിന്നെ എനിക്കറിയാവുന്ന ആളല്ലേ. ഇന്നാള് കാല് തട്ടി ചെറുതായി ഒന്ന് തൊലി പോയതിന് ഇവിടെ കിടന്ന് ലോകം മുഴുവൻ ഇളക്കിയതല്ലേ ചോര വരുന്നേന്നും പറഞ്ഞു. അതാണ് കാല് മുന്നോണ്ടല്ലേ, അത് നൊന്നോണ്ടല്ലേ കണ്ടേ. അല്ലാതെ എനിക്കൊരു പേടിയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ബീറ്റ്റൂട്ട് ഞാൻ അടിയാ. എങ്ങോട്ടെടുക്കും? വേണ്ട, പിച്ചാത്തി വെച്ചുള്ള ഒരു കളിയില്ല കേട്ടോ. എന്റെ പൊന്നു മോൾ അവിടെ ഇരുന്നോണ്ട് വലിയേച്ചി ചെയ്യുന്ന ഒന്ന് കണ്ടാ മതി. ഓ, ഞാൻ വലിയ മോളായെന്ന് ഈ വലിയേച്ചി സമ്മതിച്ചു തരത്തില്ല. ഇനി കുട്ടിമണി എത്ര വലിയ മോളായാലും കുട്ടിമണി വലിയേച്ചിക്ക് കൊച്ചുമോളാ കേട്ടോ. അതെ, വലിയേച്ചി കരക്കി നൂർക്കുന്ന കാണുമ്പോ എനിക്കങ്ങ് സങ്കടം വരിക. കണ്ണീന് കണ്ടോ ഇങ്ങനെ തുമ്പി വരുന്നത്? പിന്നെ ഭയങ്കര സങ്കടം തന്നെയാ. ഈ സവോള എടുത്ത് കളിച്ചാലേ കണ്ണീന്ന് വെള്ളം വരും, അതുകൊണ്ടാ. അല്ലാതെ വലിയേച്ചി പച്ചക്കറി നുറുക്കുന്നോണ്ടുള്ള സങ്കടം കൊണ്ടൊന്നും അല്ല. കള്ളിപ്പെണ്ണു. അതെ വലിയേച്ചേ, അലിവിയൽ വെച്ചാടി. അവിയൽ വെക്കാവേ. അതിനുവേണ്ടിയല്ലേ വലിയേച്ചി ഇതെല്ലാം നുറുക്കുന്നത്. അതെ, എന്നാ പിന്നെ പെട്ടെന്ന് വെക്ക്, പെട്ടെന്ന് നുറുക്കിയായിരിക്ക. ഇതാരെങ്ങനെ പാഞ്ഞു ഒന്ന് ഹോൺ അടിക്കുന്നു? വാ മോളെ, നമുക്ക് നോക്കാം. ഞങ്ങളെ വീട്ടു മുറ്റത്ത് പീപ്പി അടിച്ചേ. മോള് വാ നോക്കാം. പോത്തിന്റെ കൂട്ടൊരു വണ്ടി. ഇതിനകത്തൊന്നും ആരും ഇല്ലല്ലോ. ഇവനെന്നെ തന്നെ ഓടി വന്നതാണോ ദൂതൻ?
ഓ ഇപ്പൊ പൊള്ളിപ്പോയേനെ, ഭയങ്കര ചൂടാ. മോളിങ്ങോട്ട് മാറി നിന്നെ. വാ നമുക്ക് പോവാം. നമുക്കേ ഇതാരാന്ന് നോക്കിട്ട് പോയാ പോലെ. ഇങ്ങോട്ട് വാ കുട്ടിമണി. അയ്യോ ഓടിച്ച് അവിടെ മുണ്ടിരിക്ക. മോളെ വേണ്ട, അതിൽ തുടരുത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. സീതേടത്തിയുടെ കൈപ്പുണ്യം സൂപ്പറായിട്ടുണ്ട്, തകർത്തു. ദോശയെന്ന് പറഞ്ഞാൽ ഇതാണ് ദോശ. സാമ്പാർ എന്ന് പറഞ്ഞാലോ സൂപ്പർ ഹിറ്റ്, അല്ലല്ല മെഗാ ഹിറ്റ്. നിങ്ങളാരാ? ആരോട് ചോദിച്ചിട്ടാ വീട്ടിനകത്ത് കയറിയത്? ആരോട് ചോദിച്ചിട്ടാ ഭക്ഷണം എടുത്തതെന്നാണോ? ഓരോ അരിമണിയുടെ പുറത്തും അത് കഴിക്കേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ ദൈവം പറയുന്നത്? ഈ ദോശയുടെ പുറത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്ന പേര് എന്റെയാ. അതുകൊണ്ട് ഞാൻ എടുത്തങ്ങ് കഴിക്കുന്നു. വയലോരം വീട്ടിൽ പലതിൻ്റെയും പുറത്ത് എന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സീതേടത്തിയുടെ നെറ്റിയിലും കുട്ടിമണിയുടെ നെറുകയിലും. ആരാന്ന് ചോദിച്ചില്ലേ? കൊള്ളാം. ആരാണ് ചോദിച്ചില്ലേ? ആരാണ് സത്യം പറ. ഇല്ലെങ്കിണ്ടല്ലോ പറയിച്ചു. ഞാനേ പങ്കൽ തത്തമ്പിയാ. എനിക്ക് മമ്മനെ പറ്റിയൊക്കെ അറിയാം. കുട്ടിമണി കേട്ടതിലും മിടുക്കിയാണല്ലോ. സീതേടത്തി കേട്ടതിലും സുന്ദരി. കേട്ട പാട്ട് മധുരം, കേൾക്കാത്ത പാട്ട് അതിമധുരം എന്നല്ലേ? അതുപോലെയായി കാര്യങ്ങൾ. അപ്പൊ പിന്നെ എന്തൊക്കെയാ സീതേടത്തി വിശേഷങ്ങള്? സീതേടത്തിക്കും സീതേടത്തിയുടെ കുട്ടാപ്പൂനും സുഖമല്ലേ? കുട്ടിമണിക്കും കുഞ്ഞുമണിക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാ സുഖമാ. എന്നാ വേണം? എനിക്ക് വേണ്ടതൊന്നും ഞാൻ ചോദിച്ചു വാങ്ങാറില്ലല്ലോ, അതെടുക്കാറേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ആരാണെന്ന് പറ. ആരാ നിങ്ങള്? ചന്ദ്രു.